കുഞ്ചുസേ, എന്തോ നമുക്കൊരു 50 ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്താലോ? ഓക്കെ. ഈ 50 ക്വസ്റ്റ്യന്റെ ആൻസർ പറയുകയാണെങ്കിൽ മോക്ക് 500 രൂപ തരാം. ഓക്കെ. ശരി, തുടങ്ങാം. പൂക്കളെ കുറിച്ചുള്ള പഠനം. ആന്തോളജി. ഹിമാലയത്തിന്റെ രാജ്ഞി. ഡാർജിലിംഗ്. കാറ്റുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഷിക്കാഗോ. സാധാരണ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളുണ്ട്? 12. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തെ പക്ഷി ഏതാണ്? എമു. നമ്മുടെ സംസ്ഥാന പുഷ്പം. മണിക്കൊന്ന. ഇന്ത്യയുടെ പൂന്തോട്ടം. ജമ്മു കാശ്മീർ. കമ്പ്യൂട്ടറിന്റെ പിതാവ്. ചാൾസ് ബാബേജ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി. ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം. 2. പറക്കുന്ന സസ്തിനി. വവ്വാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജമ്മു കാശ്മീർ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി. കാക്ക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി. ബ്യൂട്ടി. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? വയനാട്. ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഏഷ്യ. ഏറ്റവും ചെറിയ പക്ഷി. ബ്യൂട്ടി. ഏറ്റവും ചെറിയ പക്ഷി. ദി ഹമ്മിംഗ് ബേർഡ്. ഇന്ത്യയിലെ ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം കറക്റ്റ്. ജഡായി പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊല്ലം. സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി. പ്രാവ്. പമ്പ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം. പാലക്കാട്. പമ്പ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം. കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഇടുക്കി. ലോകത്തിലെ ഏറ്റവും വലിയ പൂവ്. റഫ്ലേഷ്യ. ഏറ്റവും ചെറിയ പൂവ്. ഗുൽഫിയ. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി. പ്രാവ്. വിജ്ഞാനത്തിന്റെ. മൂങ്ങ കറക്റ്റ്. ഏറ്റവും വലിയ പക്ഷി. ഒട്ടകപ്പക്ഷി. മണ്ണിരയുടെ ശ്വസനാവയവം. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി. പൊന്മാൻ. ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി. ഡോൾഫിൻ. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി. കുയിൽ. ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി. വവ്വാൽ. ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി. മൂങ്ങ. മൂങ്ങ കറക്റ്റ്.